നെൽകർഷകരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയെന്നാരോപിച്ച് കർഷകരുടെ പ്രതിഷേധം. കേരള സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിച്ചു. കേരള സംയുക്ത കർഷക വേദിയുടെ ചെയർമാനും നടനുമായ കൃഷ്ണപ്രസാദ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു. സംഭരിച്ച നെല്ലിന്റെ തുക ഉടൻ നൽകുക, നെല്ലിന്റെ താങ്ങുവില 40 രൂപയാക്കുക, വർദ്ധിച്ച ഭൂനികുതി വെട്ടിക്കുറയ്ക്കുക, സംസ്ഥാന സർക്കാരിന്റെ ഇൻസെന്റീവ് 10 ആക്കുക, ഉപാധികൾ ഇല്ലാതെ സപ്ലൈകോ നെല്ല് സംഭരണം നടത്തുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക പ്രതിഷേധം സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഹെഡ് ഓഫീസിൽ നടന്ന ഉപരോധം കേരള സംയുക്ത കർഷക വേദിയുടെ ചെയർമാനും നടനുമായ കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷി ചെയ്താൽ ഞങ്ങളുടെ ഉൽപ്പന്നം നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അതാണിപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതോടൊപ്പം തന്നെ നിരവധിയായ കാര്യങ്ങളുണ്ട്. ഒരു കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന പോലെ പല പല കാര്യങ്ങളുണ്ട്. അതിന് ആഹാരം കൊടുക്കുന്ന പോലെ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന പോലെ തന്നെയാണ് അതിന് നമ്മൾ വളവിടണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ചെലവുമല്ലേ. ഇതൊക്കെ കെട്ടുതാലി പണയം വെച്ച് പാവം പിടിച്ച കർഷകൻ അതൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കൃഷി ചെയ്യുന്നതിൽ ഏതാണ്ട് 95% ആൾക്കാരും ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേറെ മാർഗമില്ല. അവരെ കൊണ്ട് 6 മാസം കൃഷി ചെയ്തിട്ട് വീണ്ടും ഒരു 6 മാസം നെല്ലിന്റെ പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് കേൾക്കാത്തൊരു കാര്യമാണ്. കർഷകർ മടുപ്പിന്റെ അങ്ങേയറ്റം എത്തിയെന്നും സിബിൽ സ്കോർ എന്ന വലിയ ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് കർഷകരെന്നും കൃഷ്ണപ്രസാദ് പറഞ്ഞു. വായ്പയെടുത്തും പലിശയ്ക്ക് കടമെടുത്തുമാണ് പല കർഷകരും നെൽകൃഷി ചെയ്തത്. എന്നാൽ സംഭരണം കഴിഞ്ഞും കുടിശ്ശിക മാത്രം ഇനിയും ബാക്കിയാണ്. എല്ലാ കർഷകരും, കേരളത്തിലുള്ള നെൽകർഷകരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊയ്ത് കഴിഞ്ഞ് നെല്ല് സപ്ലൈകോ എടുത്തതിന് ശേഷം 5-6 മാസത്തിന് ശേഷമാണ് പണം കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഞങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റുമായിട്ട് 48 മണിക്കൂറിനകം പണം കൊടുക്കണമെന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് ഉള്ള ഒരു ആശ്വാസത്തിന്റെ പുറത്താണ് സപ്ലൈകോയ്ക്ക് ഞങ്ങൾ നെല്ല് കൊടുക്കുന്നത്. പക്ഷെ ഫലത്തിൽ 5-6 മാസത്തിന് ശേഷം ഓഫീസുകളിൽ പുറകെ നടന്ന് കിഞ്ചി പാടിയതിന് ശേഷം ഓണത്തിന് ശേഷം ഏത് ധർമ്മം തരുന്നതിനൊക്കെ ഞങ്ങൾക്ക് നെല്ലിന്റെ പൈസ തന്നു തീർത്തെന്നാണ് അസംബ്ലിയിലൊക്കെ മന്ത്രി പറയുന്നത്. 245 കോടി രൂപയാണ് നെൽകർഷകർക്ക് ഇനിയും കുടിശ്ശിക ലഭിക്കാനുള്ളത്. അന്യ സംസ്ഥാനങ്ങളിലെ മില്ലുടമകളുമായി സർക്കാർ ഒത്തുകളി നടത്തുകയാണെന്നും കർഷകർ ആരോപിച്ചു. സംസ്ഥാന സർക്കാർ കർഷകനെ ചേർത്തുപിടിച്ചില്ലെങ്കിൽ ഇനിയും വലിയ രീതിയിലുള്ള കർഷക പ്രക്ഷോഭം കേരളം കാണേണ്ടി വരുമെന്നും കേരള സംയുക്ത കർഷക വേദി അഭിപ്രായപ്പെട്ടു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.